കാസർഗോഡ് ജില്ലയിലെ അണങ്കൂർ എന്ന പ്രദേശത്ത് ഒരു കൊച്ചു കോളനി ഉണ്ടായിരുന്നു, JP കോളനി. ആ കോളനിയിൽ ഒരു സാധാരണക്കാരനായ യുവാവ് ജീവിച്ചു പോന്നിരുന്നു. അടുത്തറിയുന്നവർ അവനെ ജോ എന്നാണ് വിളിച്ചിരുന്നത്. ഏതൊരു യുവാവിൻ്റെയും ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നത് അവൻ്റെ വിവാഹമെടുക്കുമ്പോഴാണ്. തൻ്റെ വിവാഹമെടുത്തപ്പോൾ അവനും ഒരുപാട് സ്വപ്നം കണ്ടു. പുതിയൊരു ജീവിതത്തെപ്പറ്റി അവൻ സങ്കല്പിച്ചു. തൻ്റെ വിവാഹത്തിന് അവൻ തൻ്റെ പരിചയക്കാരെയെല്ലാം ക്ഷണിക്കാൻ തുടങ്ങി. അങ്ങനെ 2013 ഫെബ്രുവരി 5 ചെർക്കളയിൽ വിവാഹം ക്ഷണിക്കാൻ പോയി മടങ്ങി വരുന്ന വഴിക്ക് ചെങ്കള 4-ാം മൈലിലെത്തിയപ്പോൾ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ജോയെ കാറിലും ബൈക്കിലും എത്തിയ SDPIയുടെ 6-അംഗ സംഘം അതിക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. 1 മാസത്തോളം ജോ ആശുപത്രിയിൽ അനങ്ങാനാകാതെ കിടന്നു. മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടോ സംഘശാഖയിൽ നിന്ന് പകർന്നു കിട്ടിയ ആത്മധൈര്യം കൊണ്ടോ അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. തന്നെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ആശുപത്രിയിലാക്കിയവരോടുള്ള അടങ്ങാത്ത പ്രതികാരം അവനിൽ കത്തി നിന്നു. ആരോഗ്യം വീണ്ടെടുത്ത ജോ ആ കേസിൽ പ്രതിയായിരുന്ന സൈനുൽ ആബിദിനെ പ്രതികാരമായി കൊലപ്പെടുത്തി. ഈ ഒരു കൊലപാതകത്തോടുകൂടി പോലീസിന്റെ കേസ് ഫയലിൽ പുതിയൊരു പേര് കൂടി എഴുതി ചേർക്കപ്പെട്ടു: ജ്യോതിഷ്, കറന്തക്കാട് ജ്യോതിഷ്. അടുത്തറിയുന്നവർ അവനെ ജോഫായ് എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നീടങ്ങോട്ട് കാസർഗോഡ് ജില്ലയിൽ ജ്യോതിഷിന്റെ തേരോട്ടമായിരുന്നു. പതുക്കെ കറന്തക്കാട് എന്ന പ്രദേശം സംഘത്തിന്റെ കോട്ടയായി മാറി. ഒരു വശത്ത് ജ്യോതിഷ് അനിഷേധ്യ നായകനായി വളർന്നപ്പോൾ മറുവശത്ത് രക്തബന്ധത്തെക്കാൾ വലുതാണ് ആദർശബന്ധമെന്ന് വിശ്വസിക്കുന്ന SDPIയുടെ പ്രവർത്തകർ കെണിയൊരുക്കി കാത്തിരുന്നു. സൈനുൽ ആബിദിന്റെ ചോരയ്ക്ക് ചോര കൊണ്ട് തന്നെ മറുപടി പറയുമെന്ന് അവർ ദൃഢനിശ്ചയം ചെയ്തു. 3ലേറെ തവണ ജ്യോതിഷിന് നേരെ വധശ്രമമുണ്ടായി. അവിടെയും ജ്യോതിഷ് പതറിയില്ല. പൂർവാധികം ശക്തിയോടെ അവൻ വീണ്ടും പ്രവർത്തന മണ്ഡലത്തിലേക്ക് മടങ്ങി വന്നു. സപ്തഭാഷാ സംഗമ ഭൂമിയിലെ സംഘപരിവാറിന്റെ കിരീടം വെക്കാത്ത രാജകുമാരനായി അവൻ മാറി. സൂതനായി വളരേണ്ടി വന്നതിൻ്റെ പേരിൽ അർഹമായ വിദ്യകളും സ്ഥാനമാനങ്ങളും നിഷേധിക്കപ്പെട്ട് ജീവിതത്തിലുടനീളം നീതിയില്ലായ്മ നേരിട്ടിട്ടും ആരുടെ മുന്നിലും തലകുനിക്കാത്ത മഹാഭാരതത്തിലെ കർണനെ പോലെയായിരുന്നു അവൻ. ശത്രുക്കൾ കൊല്ലാൻ പതിയിരുന്നപ്പോഴും വേണ്ടത്ര പരിഗണന നൽകാൻ പാർട്ടി നേതൃത്വം തയ്യാറായില്ല. താങ്ങും തണലുമാകേണ്ടവർ അവഗണിച്ചപ്പോൾ ഒരു പിടിക്കയറിൽ അവൻ തൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിച്ചു. അധികാരത്തിൻ്റെ അഹന്തയോടെ അണികളെ മറന്ന അധികാരം ഒരു അലങ്കാരമാക്കി അധർമ്മത്തിൽ മുങ്ങി ആഘോഷിച്ചപ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് കേവലം ഒരു പ്രവർത്തകനെയല്ല, കാസർഗോഡ് ജില്ലയിലെ തന്നെ സംഘത്തിൻ്റെ മുന്നണി പോരാളിയെയാണ്. ജ്യോതിഷ് ഒരു പ്രതീകമാണ്. സമാജത്തിന് വേണ്ടി സ്വകുടുംബത്തെ പോലും മറന്ന് സമരമുഖത്തേക്ക് ഇറങ്ങിയതിൻ്റെ പേരിൽ കേസും കോടതിയുമായി നേതൃത്വമൊന്നും തിരിഞ്ഞുപോലും നോക്കാത്ത സാധാരണക്കാരനായ ഒരു പ്രവർത്തകന്റെ പ്രതീകം. ഈ ചെറിയ പ്രായത്തിൽ ഇത്രയധികം കേസുകളിൽപ്പെട്ട് ജയിലിൽ കിടന്നതും ശത്രുക്കളാൽ വേട്ടയാടപ്പെട്ടതും ഒന്നും തന്നെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. മറിച്ച് താൻ സ്നേഹിക്കുന്ന പ്രസ്ഥാനത്തിന് നേരെയും തൻ്റെ കൂടപ്പിറപ്പുകളായ സംഘപ്രവർത്തകരുടെ നേരെയുമുള്ള ആക്രമണങ്ങളെ പ്രതിരോധിച്ചതിൻ്റെ ഭാഗമായതുകൊണ്ടായിരുന്നു. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല എന്ന് പറയുന്നത് പോലെ കാലം സാക്ഷി, ചരിത്രം സാക്ഷി. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ജ്യോതിഷിൻ്റെ വില അറിയുക തന്നെ ചെയ്യും. പോരാളികളുടെ ചോരയ്ക്ക് കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല.